അത്തരം ഘട്ടത്തിൽ ഒരുപക്ഷെ ചൈനയുടെ ഈ ഈസ്റ്റ് ഏഷ്യൻ സംഘർഷത്തിൽ, കിഴക്കൻ ഏഷ്യയിലെ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് ഒരു എഡ്ജ് കിട്ടും. അപ്പോൾ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ അമേരിക്കൻ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സഖ്യങ്ങൾ രൂപപ്പെടുത്തുകയും അതിൽ ജനാധിപത്യമോ പരമാധികാരമോ ഒന്നും ഒരു വിഷയമാകുന്നില്ല എന്നുള്ളതാണ് ട്രംപിസത്തിൻ്റെ അപഹാരം. തെമ്മാടി രാഷ്ട്രമെന്ന് അമേരിക്ക തന്നെയാണ് അത് പല രാജ്യങ്ങളെയും വിളിച്ചത്. ഭീകരപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, മയക്കുമരുന്ന് കടത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇങ്ങനെ വെനസ്വേല ഉൾപ്പെടെ അമേരിക്ക വിളിച്ചതാണ് റോഗ് നേഷൻ എന്നുള്ള പ്രയോഗം. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഈ പ്രയോഗം ചേരുന്നത് അമേരിക്കയ്ക്ക് തന്നെയല്ലേ ഇപ്പോഴത്തെ? അതെ 100%. ഇപ്പോൾ വെനസ്വേലയുടെ ഭരണം ഏറ്റെടുക്കും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ റൂബിയോയുടെ പുതിയ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ നേരിട്ട് ഭരണം ഏറ്റെടുക്കില്ല, പക്ഷേ ദൈനംദിന ഭരണം ഏറ്റെടുക്കില്ല എന്നാണ് പറഞ്ഞത്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ലോകത്തെ നടുക്കുകയും വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കുകയും ചെയ്ത ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അമേരിക്കൻ സേന വെനസ്വേല എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് അതിക്രമിച്ച് കയറി അവിടുത്തെ പ്രസിഡൻ്റായ നിക്കോളാസ് മഡുറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അമേരിക്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയി. അവരെ അമേരിക്കയിൽ വിചാരണ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ നഗരങ്ങളിൽ പോലും വലിയ പ്രതിഷേധങ്ങൾ നടന്നിരിക്കുന്നു. ആ പ്രതിഷേധ ശബ്ദങ്ങളിലൊന്ന് ന്യൂയോർക്ക് മേയർ മംദാനിയുടേതാണ്. പക്ഷേ ഇത്തരം പ്രതിഷേധങ്ങൾക്കും എതിർപ്പുകളും ഒന്നും വകവയ്ക്കാതെ ട്രംപ് തൻ്റെ നടപടിയെ ന്യായീകരിക്കുക മാത്രമല്ല, കൂടുതൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയും അതുപോലെ തന്നെ ഇറാനെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം. യഥാർത്ഥത്തിൽ ആധുനികമായ ഒരു ലോകക്രമത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു സംഭവമാണോ എന്ന നിലയ്ക്കാണ് ഇത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നോടൊപ്പം ഇത് ചർച്ച ചെയ്യാൻ വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ PJ വിൻസെൻ്റ് ഉണ്ട്. സ്വാഗതം. യഥാർത്ഥത്തിൽ നമുക്ക് ഇന്നത്തെ ഒരു ലോകത്ത് പ്രതീക്ഷിക്കാവുന്ന ഒരു സംഭവമാണോ ഇത്? ഒരു രാജ്യത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഭരണാധികാരിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കടന്നു കയറി ഒരു ലോക പോലീസ് എന്നൊക്കെ വിളിക്കുന്ന അമേരിക്ക തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. എന്ത് കേസിൻ്റെ പേരിലാണ്, എന്ത് ആരോപണങ്ങളുടെ പേരിലായിട്ട് തട്ടിക്കൊണ്ടുപോയി അവിടെ വിചാരണ ചെയ്യാൻ പോകുന്നു. അത്തരത്തിലുള്ളൊരു സംഗതി ഇത്തരമൊരു ആധുനികമായൊരു ലോകത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണോ? സമീപകാലത്തെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ ഒന്ന് നിരീക്ഷിച്ചാൽ ഇതിൽ ഒട്ടും അപ്രതീക്ഷിതമായ കാര്യങ്ങളില്ല എന്ന് നമുക്ക് മനസ്സിലാവാം. അത് ഗസ യുദ്ധത്തിൻ്റെ കാലത്താണെങ്കിലും ഇപ്പോഴും തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷം എടുത്താലും ഇവിടെയൊക്കെ മൈറ്റ് ഈസ് റൈറ്റ് എന്നത് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് 1945 ഫോം ചെയ്തതിന് ശേഷം ഒരു കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന സങ്കല്പമാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. അത് ശക്തമായ രാജ്യമായിക്കോട്ടെ ചെറിയ രാജ്യമായിക്കോട്ടെ, അവിടെ എല്ലാ രാജ്യങ്ങൾക്കും സുരക്ഷിതത്വം നൽകാൻ എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ട്. അങ്ങനെ ഒരു കോഓപ്പറേറ്റീവ് സെക്യൂരിറ്റി എന്നുള്ള സങ്കല്പം അത് മുന്നോട്ട് വച്ചിരുന്നു. ലോകസമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിന് ഉത്തരവാദിത്തമുണ്ട്. അതിൽ തന്നെ സ്ഥിരാംഗങ്ങളായ പഞ്ചമഹാശക്തികൾക്ക് സവിശേഷമായ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഒരു NGO ആയി മാറിയിരിക്കുന്നു. സെക്യൂരിറ്റി കൗൺസിൽ ആകട്ടെ അമേരിക്കൻ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും, അതല്ലെങ്കിൽ അമേരിക്ക വീറ്റോ ചെയ്യും. ഈ അസ്ഥികൂടം മാത്രമായി മാറി, ദുർബലമായ ഒന്നായിട്ട് അത് മാറി. മാത്രവുമല്ല, ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ആഗോള വ്യവസ്ഥയെ മൊത്തം അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഗ്ലോബൽ സിസ്റ്റം ഡിസ്റപ്റ്റ് ചെയ്തിരിക്കുന്നു, സമ്പൂർണ്ണമായി ഡിസ്റപ്റ്റ് ചെയ്തിരിക്കുന്നു. അത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തി ആയിട്ടുള്ള അമേരിക്ക അത് ചെയ്യുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ അന്താരാഷ്ട്ര സംഘടനകൾക്കോ ഇതിൽ കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ ലോകക്രമത്തിൽ ഒട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ഒന്നല്ല. അവിടെ തന്നെ പ്രത്യേകിച്ച് ട്രംപിനെ പോലുള്ള ഒരാൾ അമേരിക്കയുടെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ 2025 ജനുവരിയിൽ ഓവൽ ഓഫീസിൽ പ്രവേശിച്ചത് മുതൽ ട്രംപിൻ്റെ നയങ്ങൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടീമിനെ അപേക്ഷിച്ച് കൂടുതൽ അക്രമോത്സുകമായ സാമ്രാജ്യത്വ നയങ്ങളാണ് അദ്ദേഹം പിന്തുടരുന്നത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതാണ്. അത് അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങൾക്കും രാഷ്ട്രീയ നയങ്ങൾക്കും ഒക്കെ അപ്പുറത്തുള്ള ഒരു അതിക്രമമായി മാറുന്നുണ്ട്. അതെ, അതിൽ വംശീയമായ മേധാവിത്വം പോലും ഘടകമായി വരുന്നുണ്ട്. അതായത് വെള്ളക്കാരൻ്റെ വംശീയമായ മേധാവിത്വം, അമേരിക്കയുടെ സാമ്പത്തികമായ ആധിപത്യം, ലോകക്രമം മുഴുവനും അമേരിക്കയും പാശ്ചാത്യ ശക്തികളും നിയന്ത്രിക്കുക എന്നുള്ള സങ്കല്പം,
ഇതെല്ലാം കൂടിച്ചേർന്ന ഒരു നവയാഥാസ്ഥിക ആശയ ലോകമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് അമേരിക്കയുടെ ആഭ്യന്തര രംഗത്താണെങ്കിൽ ഈ ഇസ്ലാമോഫോബിയ വരുന്നു, അതുപോലെ ആഫ്രോ-ഏഷ്യൻ വംശജർക്കെതിരായിട്ടുള്ള വിവേചനം, കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള നടപടികൾ എന്നിവയെല്ലാം, താരിഫ് നിയന്ത്രണം എല്ലാം വരുന്നു. ഇതിൻ്റെ വേറൊരു ഘടകമായിട്ടാണ് ഈ താരിഫ് യുദ്ധം വരുന്നത്. അത് ചൈനയ്ക്കെതിരായിട്ട്, ഇന്ത്യക്കെതിരായിട്ട്, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കെതിരായിട്ട്. അപ്പോൾ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നുള്ള അവസ്ഥയായിരിക്കുന്നു ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്ക്. എല്ലാ രാജ്യങ്ങളെയും നടന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. അതിൽ സൗഹൃദ രാജ്യമെന്നോ നാറ്റോ അംഗമെന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഗ്രീൻലാൻഡ് വേണം എന്നുള്ള വാദം വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത് ഡെൻമാർക്കിൻ്റെ പൊസിഷനാണത്. കാനഡയെ അമേരിക്കയോട് ചേർക്കുമെന്ന് പറഞ്ഞു, സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. നാറ്റോ രാജ്യങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആനുവൽ ബജറ്റിൻ്റെ 5% നീക്കി വെക്കണം, നിങ്ങൾക്ക് സൈനിക പിന്തുണ ഞങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് പണം തരണം എന്ന നിലയ്ക്കുള്ള സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നു. ലോകത്തിൻ്റെ മറ്റിതര മേഖലയിൽ നേരിട്ടിടപെടുകയാണ്. അതുപോലെ തീവ്രവാദത്തിനെതിരെ ആഗോള യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്ക തന്നെ തീവ്രവാദികളെ ഇപ്പോൾ രണ്ടായി വിഭജിച്ചിരിക്കുന്നു: ഗുഡ് ടെററിസ്റ്റ് ആൻഡ് ബാഡ് ടെററിസ്റ്റ്. അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ടെററിസ്റ്റുകളെല്ലാം ഗുഡ് ടെററിസ്റ്റ്. അവർക്ക് അമേരിക്ക ഷേക്ക് ഹാൻഡ് കൊടുക്കും, അവരുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കും, അവരെ പിന്തുണയ്ക്കും. അവരെ എതിർക്കുന്ന എല്ലാവരെയും ടെററിസ്റ്റുകളായിട്ട് അവർക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കും. ഇപ്പം അഹമ്മദ് അൽ ഷാറ, അദ്ദേഹം അമേരിക്കയെ പിന്തുണയ്ക്കുകയാണ്, സിറിയയിലെ പുതിയ ഭരണാധികാരി. അതുകൊണ്ട് അദ്ദേഹം ഗുഡ് ടെററിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അൽഖ്വയ്ദ ബന്ധമോ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധമോ ഇതുവരുന്നതും അദ്ദേഹം ഒരു തീവ്രവാദിയായിരുന്നു, ഭീകരവാദിയായിരുന്നു എന്നതൊന്നും അമേരിക്കയ്ക്ക് വിഷയമല്ല. നമുക്ക് ഈ വെനസ്വലൻ ഇഷ്യൂയിലേക്ക് വന്നാൽ, വെനസ്വല ഇങ്ങനെ പെട്ടെന്ന് കുറേ നാളായി വെനസ്വലയ്ക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളും അതിൻ്റെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ പലതരത്തിൽ അവിടെ നിലനിൽക്കുന്നുണ്ട് ഷാവേസിന് ശേഷമുള്ള ഒരു സാഹചര്യത്തിൽ. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും ഇതൊക്കെ അവിടെ ഒരു പ്രതിപക്ഷം എന്ന നിലയിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം ഒരു അതിക്രമത്തിലേക്ക് കടന്നു കയറിയത് എങ്ങനെയെന്നുള്ളതാണ് ഒരു. അതായത് 1991 ശീതയുദ്ധം അവസാനിച്ചല്ലോ. അതിനുശേഷം ലോകത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് 1999 പുടിൻ റഷ്യയിൽ പ്രസിഡൻ്റായി വരുന്നതും ഹ്യൂഗോ ഷാവേസ് ലാറ്റിൻ അമേരിക്കയിൽ പ്രസിഡൻ്റ് ആവുന്നതും. അപ്പോൾ ഈ ഏകധ്രുവ ലോകത്തിനും അമേരിക്ക പ്രതിദാനം ചെയ്യുന്ന സാമ്പത്തിക ലിബറൽ ജനാധിപത്യ ക്രമത്തിനും എതിരായി ഒരു വയബിൾ ആൾട്ടർനേറ്റീവ് ലോകത്തുണ്ടോ എന്ന ചോദ്യത്തിനൊരു ഉത്തരമായിരുന്നു. 1999 ഹ്യൂഗോ ഷാവേസ് അവിടെ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം ജനാധിപത്യ സോഷ്യലിസ്റ്റ് എന്നുള്ളതാണ്. അതായത് സോവിയറ്റ് മോഡൽ ഏക പാർട്ടി ഭരണമല്ല, ഞങ്ങൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു പോപ്പുലിസ്റ്റ് സർക്കാരിനെ ഉണ്ടാക്കും. അദ്ദേഹം അവിടെ ആദ്യം ചെയ്ത കാര്യം, അവിടുത്തെ എണ്ണ സമ്പന്നമായ രാജ്യമാണ് വെനിസ്വേല, ഒപ്പക്കിൽ അംഗമാണ്. അപ്പോൾ പക്ഷേ ഈ എണ്ണ ഖനനം, അതിൻ്റെ വിതരണം, ശുദ്ധീകരണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സമ്പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് അമേരിക്കൻ കോർപ്പറേറ്റുകളാണ്. അതുപോലെ വെനിസ്വേലയുടെ തോട്ടം മേഖലയുടെ നിയന്ത്രണവും അമേരിക്കക്കാരുടെ കയ്യിലാണ്. അപ്പോൾ ഹ്യൂഗോ ഷാവേസ് അദ്ദേഹം നടപ്പാക്കിയ ഭരണപരിഷ്കാരങ്ങൾ, ഷാവിസ്ത, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ എണ്ണ മേഖലയെ ദേശസാൽക്കരിച്ചു. അദ്ദേഹത്തിൻ്റെ നയം തന്നെ സാധാരണക്കാരൻ്റെ തീൻമേശയിൽ എണ്ണയിൽ നിന്നുള്ള വരുമാനം ഞാൻ എത്തിക്കും എന്നുള്ളതാണ്. അത് എത്തിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. അങ്ങനെ ഇതിഹാസ സമാനമായൊരു തലങ്ങളിലേക്ക് അദ്ദേഹം വളർന്നു. വെൽഫെയർ പദ്ധതികൾ നടപ്പാക്കാൻ വലിയ രൂപത്തിലുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികൾ അദ്ദേഹം നടപ്പാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ക്യൂബയിലെ ജനാധിപത്യ സോഷ്യലിസ്റ്റ് സമൂഹ നിർമ്മാണ അനുഭവങ്ങളും ജനാധിപത്യ സോഷ്യലിസവും ബൊളിവറുടെ വിമോചനാശയങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് അദ്ദേഹം തൻ്റെ ആശയ പരിസരം രൂപപ്പെടുത്തിയത്. വെനിസ്വേലയുടെ പേര് തന്നെ ബൊളിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനിസ്വേല എന്നാണ്. അപ്പോൾ ലാറ്റിൻ അമേരിക്കയുടെ സവിശേഷമായ ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് സ്വത്വമാണത്. അല്ല, അതിൽ ലിബറേഷൻ തിയോളജിയും പ്രവർത്തിക്കുന്നുണ്ട്. ലിബറേഷൻ തിയോളജി ഓഫ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്തു വന്നത് പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അധ്വാനിക്കുന്നവൻ്റെയും പാവപ്പെട്ടവൻ്റെയും ഒരു 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 രക്ഷിതാവാണ്, വിമോചകനാണ് ക്രിസ്തു എന്ന് പറയുന്ന സാൽവേഷൻ ലിബറേഷൻ തിയോളജിയുടെ ആശയങ്ങൾ കൂടി ഉൾച്ചേർത്തിട്ടുള്ള ഒരു സാമൂഹ്യ നിർമ്മാണമാണ്. ഷാവേസ് തന്നെ നല്ല വിശ്വാസിയായിരുന്നു, അങ്ങേയറ്റത്തെ മരിയൻ ഭക്തനായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്ന രസകരമായൊരു ഒരു കാര്യം, അദ്ദേഹത്തിനെതിരായിട്ട് പട്ടാള അട്ടിമറി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം സഹായത്തിന് വിളിച്ചത് പോപ്പിനെയാണ്. അപ്പോൾ ആ ഫോൺ അറ്റൻഡ് ചെയ്തൊരു മലയാളിയായിട്ടുള്ള അദ്ദേഹം ഒരു വൈദികനായിരുന്നു അന്ന് ആ ഓഫീസിന് ചുമതലയുണ്ടായിരുന്നുള്ളത്. ഷാവേസ് 2013 മരണപ്പെട്ടപ്പോൾ ആ അനുഭവങ്ങൾ കേരളത്തിലെ പത്രങ്ങൾക്ക് എഴുതിയുണ്ടായി.
അപ്പോൾ ഈ വെനിസ്വേലയിൽ നിന്ന് ഈ ജനാധിപത്യ സോഷ്യലിസത്തിൻ്റെ തരംഗം ലാറ്റിൻ അമേരിക്ക മുഴുവൻ വ്യാപിച്ചു. അതിനെയാണ് പിങ്ക് ടൈഡ് എന്ന് പറയുന്നത്, പിങ്ക് വസന്തം. ആ, അപ്പോൾ ആ പിങ്ക് വസന്തത്തിൽ ലാറ്റിൻ അമേരിക്ക മുഴുവനും ചുവന്നു എന്ന് പറയാം. ഇപ്പോഴും ലാറ്റിൻ അമേരിക്കയിൽ അർജൻറ്റീന ഒഴികെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമാർ ഇടതുപക്ഷക്കാരാണ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണോ അല്ലയോ എന്നുള്ളതല്ല, ഇടതുപക്ഷമാണ്. അവർ ലെഫ്റ്റിസ്റ്റുകളാണ്. അവർ മാർക്സിസം ലെനിനിസം, ലിബറേഷൻ തിയോളജി, ബൊളിവറുടെ വിമോചനാശയങ്ങൾ, പോപ്പുലിസ്റ്റ് നയങ്ങൾ ഇവയെല്ലാം ചേർത്ത ഒരു ആശയ പരിസരമാണ് ഈ പിങ്ക് ടൈഡിൻ്റെ ആശയലോകം. അത് അവരവിടെ ഫലപ്രദമായി നടപ്പാക്കുന്നു. ജനങ്ങൾക്ക് അത് സ്വീകാര്യമാണ്. അതിനെതിരായിട്ട് പ്രതിതരംഗം ഉണ്ടായിട്ടുണ്ട്. അതാണ് ബോൾസനാരോയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ബ്രസീലിലെ പ്രസിഡന്റ്. ഇപ്പോൾ അർജൻറ്റീനയിൽ ഒരു ഫാർ റൈറ്റിസ്റ്റാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ലാറ്റിൻ അമേരിക്കയിൽ മൊത്തം ഈ ഇടതുപക്ഷ തരംഗത്തിന് നേതൃത്വം നൽകുന്ന രാജ്യം എന്ന നിലയ്ക്ക് വെനിസ്വേലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. 2013 അപ്രതീക്ഷിതമായി 58-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. അന്ന് വൈസ് പ്രസിഡൻ്റായിരുന്ന മദൂറോ പ്രസിഡൻ്റായി. പിന്നീട് 2014 വലിയ കലാപം വെനിസ്വേലയ്ക്ക് ഉണ്ടാകുന്നത്. അതിൽ 43 ആളുകൾ കൊല ചെയ്യപ്പെട്ടു. 5000-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു. അത് വലിയ കലാപമായിരുന്നു. പക്ഷേ ഈ ഹ്യൂഗോ ഷാവേസിനെ അപേക്ഷിച്ച് മദുറോയ്ക്ക് വലിയ നേതൃത്വ ഗുണമോ കരിഷ്മയോ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. ക്രൈസിസ് കൂടുതൽ ശക്തമായി. കാരണം അദ്ദേഹത്തിൻ്റെ ഷാവേസിൻ്റെ നേതൃത്വം ശക്തമായിരുന്നു. ജനങ്ങൾക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. അത്തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി, ഒരു കരിഷ്മാറ്റിക് ലീഡർ അല്ല മദുറോ. പക്ഷേ അദ്ദേഹം ഷാവേസിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി വന്ന ഒരാളാണ് മദുറോ. അതെ. പക്ഷേ മഡുറോയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ചാമിങ് ഉണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ 2014 വലിയ സർക്കാർ വിരുദ്ധ സമരത്തിലൊക്കെ നേതൃത്വം നൽകിയ ആളാണ് മരിയ കോറിനോ മച്ചാനോ. മച്ചാഡോ പിന്നീട് 2024 തെരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാൻ സാധിച്ചില്ല. പക്ഷേ അവർ വലിയ ജനസ്വാധീനമുള്ള ഒരു നേതാവാണ്. അപ്പോൾ 2024 തെരഞ്ഞെടുപ്പിനെ അമേരിക്കയും അംഗീകരിക്കുന്നില്ല, ലോകത്തിലെ പാശ്ചാത്യ ശക്തികളൊന്നും അംഗീകരിക്കുന്നില്ല. 2024 തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ മദുറോ അവിടെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ 2013 മുതൽ ഈ 2026 വരെയുള്ള മദുറോയുടെ പ്രസിഡൻസിയുടെ കാലത്ത് നിരന്തരമായ സംഘർഷങ്ങൾ അവിടെ ഉണ്ടായി. അമേരിക്ക മദുറോയെ അട്ടിമറിക്കാൻ വേണ്ടി നിരവധി പരിശ്രമങ്ങൾ നടത്തി, സമ്പൂർണ്ണമായി ഉപരോധം ഏർപ്പെടുത്തി. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വലിയ സാമ്പത്തിക ക്രൈസിസ് അവർ അഭിമുഖീകരിക്കുന്നുണ്ടെന്നുള്ളതൊരു പ്രശ്നമാണ്. നിലവിലും ഇതേ സംഘർഷാത്മകമായ അവസ്ഥയിലൂടെയാണ് വെനിസ്വേല കടന്നു പോകുന്നത്. അതിനിടയ്ക്കാണ് എങ്ങനെയാണോ ഈ സർവ്വനശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇറാഖിൽ അധിനിവേശം നടത്തിയത്. സമാനമായ രൂപത്തിൽ പുതിയൊരു ആശയം ഇപ്പോൾ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് നാർക്കോ ടെററിസം. അപ്പോൾ മദുറോയെ ട്രംപ് വിളിച്ചത് തന്നെ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മയക്കുമരുന്ന് കടത്തുകാരനാണ്. അതൊരു ഭയങ്കര സംഘർഷാത്മകമായ ഒരു ഭരണാധികാരിയാണ് വിളിക്കുന്നത്. മാത്രവുമല്ല ദ കാർട്ടൽ ഓഫ് ദി സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘവുമായി ബന്ധമുണ്ട്. മെക്സിക്കോ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മയക്കുമരുന്ന് സംഘവുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്. ലാറ്റിൻ അമേരിക്കയിൽ മുഴുവൻ പേരുള്ള അരാഗ്വേ എന്ന് പറയുന്ന ഒരു സംഘടിത കുറ്റവാളി സംഘവുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്. സർവോപരി ഫാർക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ ഇടതുപക്ഷ ഗറില്ല സംഘമാണ്. 2016 പക്ഷേ അവർ കൊളംബിയയിലെ 2016 അവർ ആയുധം വയ്ക്കുകയും അവർ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡിസിഡൻറ്റ് ഗ്രൂപ്പ് ഇപ്പോഴും സായുധ സമരത്തിൽ നിൽക്കുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ മാവോയിസ്റ്റുകളൊക്കെ പോലെ ഒരു ചെറിയൊരു സ്പ്ലിൻഡർ ഗ്രൂപ്പ്. അവർക്ക് ചില മയക്കുമരുന്ന് ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ ഫാർക്ക് എന്ന സംഘടന ഗുസ്താവോ പെട്രോ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി അവർ ഗറില്ല സമരവും സായുധ കലാപവും ഒക്കെ അവസാനിപ്പിച്ച് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരികയും അവർ ആ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കെടുക്കുകയാണ്. അപ്പോൾ ഈ ഫാർക്കുമായി ബന്ധമുണ്ട് എന്നും ട്രംപ് ആരോപിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ അമേരിക്കക്കെതിരെ കുറ്റകൃത്യം ചെയ്യുന്നു എന്നാണ് കണ്ടെത്തൽ. അവർ പറയുന്നത് ആ ഡേറ്റ് വളരെ പ്രധാനമാണ്. 1999 മുതൽ 2026 വരെ വർഷം തോറും ഏകദേശം 250 ടൺ കൊക്കൈനും മറ്റു മാരകമായ മയക്കുമരുന്നുകളും അമേരിക്കയിലേക്ക് കടത്തുമെന്നുള്ളതാണ്. ഈ 99 എന്നുള്ള ഡേറ്റ് പറയാൻ കാരണം എന്താ? ഹ്യൂഗോ ഷാവേസ് അധികാരത്തിൽ വന്ന വർഷം. എന്ന് വെച്ചാൽ ഹ്യൂഗോ ഷാവേസ് പ്രസിഡന്റ് പദത്തിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ അമേരിക്കയിലേക്ക് ഈ മയക്കുമരുന്ന് കടത്തുന്നത് ഇവരാണ് എന്ന് ആണ് അതിൻ്റെ സൂചന. അങ്ങനെ വർഷം തോറും ആനുവലി 250 ടൺ
അധികം കൊക്കൈൻ അമേരിക്കയിലേക്ക് കടത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് അമേരിക്ക സൈനിക നടപടി സ്വീകരിക്കേണ്ടത്. അതെ, ഇത് കടത്താതെ പെട്ടെന്നാണ് വെളിപാടുണ്ടാകുന്നത്. മാത്രമല്ല അമേരിക്കയിലേക്ക് കടക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണല്ലോ അവിടുത്തെ അമേരിക്കയിലെ ഗവൺമെൻറ് ചെയ്യേണ്ടത്. മാത്രമല്ല 99 മുതൽ ഈ ഇത്രയും അധികം കൊക്കൈൻ കടത്തുന്നുണ്ടെങ്കിൽ 2026 വരെ അമേരിക്കയിലെ പ്രസിഡന്റ് അന്ന് ഒബാമ അധികാരത്തിലുണ്ട്, അതിനുശേഷം ട്രംപ് വന്നു, അതിനുശേഷം ജോ ബൈഡൻ വന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണോ സദാം ഹുസൈനെ ഡീപ്പോസ് ചെയ്യാൻ അവർ തന്ത്രം മെനഞ്ഞത്, സമാനമായ രൂപത്തിലുള്ള ഒരു ആശയപ്രചരണം മാത്രമാണ് ഈ നാർക്കോ ടെററിസം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇതാണ്. അദ്ദേഹം മയക്കുമരുന്ന് കടത്തുന്നു, മയക്കുമരുന്ന് കടത്തുന്നതിന് ഗൂഢാലോചന നടത്തുന്നു, മറ്റൊന്ന് ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്, അവിടെ സ്റ്റാൻഡിംഗ് ആർമിയുണ്ട്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ കുറിച്ച് പറയുന്നത് അയാൾ ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണ് അവിടെ സൈനിക നടപടിക്ക് അവർ നേതൃത്വം നൽകുന്നത്. അത് കഴിഞ്ഞ 2025 ഓഗസ്റ്റിലാണ് സൈനിക നടപടിക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ തെക്കൻ കരീബിയൻ ദ്വീപിലേക്ക് അവർ നാവികസേനയെ അയച്ചിരിക്കുന്നു. അവരുടെ ഒരു വരേണ്യ സൈനിക ദളത്തെയാണ് അങ്ങോട്ട് അയച്ചത്. 15,000-ഓളം പേരടങ്ങുന്ന 15,000-ഓളം പട്ടാളക്കാർ അതിലുണ്ടായിരുന്നു, മറീനുകൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിലൊക്കെ ധാരാളം സിവിലിയൻ ബോട്ടുകൾ മയക്കുമരുന്ന് കടത്തുന്നു എന്നുള്ള പേരിൽ തകർത്തിരുന്നു. പിന്നെ കഴിഞ്ഞ ഡിസംബർ മുതൽ നാവൽ ക്വാറന്റൈൻ, സമ്പൂർണ്ണ നാവിക ഉപരോധം ഏർപ്പെടുത്തി. വെനിസ്വേലയിൽ നിന്ന് പുറത്തേക്കുള്ള ഓയിൽ ടാങ്കറുകളൊന്നും കടത്തി വിടുന്നില്ല. അതിനിടയ്ക്കാണ് ജനുവരി 2-ന് 2026 ജനുവരി 2-ന് മദൂറോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു, അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. അപ്പോൾ ഇത്തരം സംഘർഷമുണ്ട്, അത് ഡയലോഗിലൂടെ പരിഹരിക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിനു മുമ്പ് ഡിസംബറിൽ തന്നെ അമേരിക്കക്കാരനായ മാർപ്പാപ്പ വെനിസ്വേലയുമായിട്ടുള്ള സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങരുത്, ആ രാജ്യം പിടിച്ചെടുക്കാൻ പാടില്ല, പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന് വാദിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊന്നും ചെവിക്കൊണ്ടില്ല. ജനുവരി 3-ന് സംഘടിതമായ സൈനികാക്രമണം 9 കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി. കാരക്കാസിൽ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെല്ലാം ബോംബിട്ട് തകർത്തു. അദ്ദേഹവും നിക്കോളാസ് മദുറോയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സിൽവിയ ഫ്ലോറൻസിനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത് നിക്കോളാസ് മദുറോ ആൻഡ് ഹിസ് വൈഫ് വർ ക്യാപ്ചേർഡ്. എന്തൊരു പ്രയോഗമാണ്! ഒരു കുറ്റവാളിയെയാണല്ലോ നമ്മൾ പിടികൂടുക എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചത്, ഈ ആധുനികമായ സമൂഹത്തിൽ വളരെ പണ്ട് കാലത്ത് ഈ പറയുന്ന കൊളോണിയൽ ആക്രമണങ്ങളിൽ ക്യാപ്ചർ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷെ ആധുനിക ഭരണാധികാരികൾ ഇപ്പം ട്രംപ് പോലും നേരത്തെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. ഒരു ആധുനിക ജനാധിപത്യ ക്രമം ഉണ്ടായതിനു ശേഷം ആരും ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. മാത്രമല്ല നമ്മളുടെ ഒരു കൊള്ളക്കാരുടെയൊക്കെ ഒരു പ്രയോഗമാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ ഒരു അടിസ്ഥാന പ്രമാണം തന്നെ എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരം പരസ്പരം അംഗീകരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റിനും വെനിസ്വേലൻ പ്രസിഡന്റിനും ഈക്വൽ സ്റ്റാറ്റസ് ആണ് ലോകത്ത്. ആ ഡീലിങ്സ് ചെറുതോ വലുതോ എന്നുള്ളത് പ്രശ്നമല്ല. അതിപ്പം ഇന്ത്യയിലെ ഒരു മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ പ്രസിഡന്റ് വരുമ്പോൾ അവർ ഇന്ത്യൻ പ്രസിഡന്റിനുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു അടിസ്ഥാനപരമായ പ്രമാണമാണ്. അപ്പോൾ വെനിസ്വേലയിലെ സ്വതന്ത്ര പരമാധികാര രാജ്യമായ വെനിസ്വേലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് നിക്കോളാസ് മഡുറോ. 2024 തെരഞ്ഞെടുപ്പിനെ അമേരിക്ക അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം വേറെ, അതിവിടെ പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ അദ്ദേഹം അവിടെ നിലവിൽ അധികാരത്തിലിരിക്കുന്ന പ്രസിഡന്റാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുറ്റവാളികളെ പോലെ, അടിമകളെ പോലെ ക്യാപ്ചർ ചെയ്ത് പിടിച്ചു കൊണ്ടുപോയി ന്യൂയോർക്കിലെ ജയിലിൽ പാർപ്പിക്കുക, കയ്യാമം വെച്ചാണ്. മാത്രവുമല്ല അമേരിക്കൻ നിയമത്തിനനുസരിച്ച് ഇദ്ദേഹത്തെ വിചാരണ ചെയ്യുമെന്നും ശിക്ഷിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നിലവിലുള്ള നിയമപ്രകാരം 20 വർഷമെങ്കിലും അദ്ദേഹത്തിന് അവിടെ ജയിലിൽ കഴിയേണ്ടി വരും. അപ്പോൾ ആരാണ് അമേരിക്കയ്ക്ക് ഇതിന് അംഗീകാരം നൽകുന്നത്? അപ്പോൾ ലോകത്തിലെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾ എന്ന സങ്കല്പത്തെ സമ്പൂർണ്ണമായി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിൽ വേറൊരു സംഗതി, ഇപ്പം വെനസ്വേലയാണെങ്കിലും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണെങ്കിലും യഥാർത്ഥത്തിൽ ഒരു കോളനിയാക്കിയാണ് ഈ രാജ്യങ്ങളെ, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളെ അമേരിക്ക കാണുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ എണ്ണ സമ്പത്ത്, അതുപോലെ തന്നെ ഈ മറ്റ് വിഭവങ്ങളുടെ സമ്പത്ത്, ഇതെല്ലാം അടക്കി വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അമേരിക്ക നടത്തുന്നുണ്ടോ? അതെ, തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. അവിടെയാണ് അതിൽ പോയിന്റ്. പിന്നെ ലാറ്റിൻ അമേരിക്ക ഒരു കാലത്ത് അമേരിക്കയുടെ കിച്ചൺ ഗാർഡൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുക്കളത്തോട്ടം. നമുക്ക് ആവശ്യത്തിന് പറിച്ചെടുക്കാം. കാന്താരികളോ അത് സാധനം അവിടെ നിന്ന് പറിച്ചെടുത്ത് നമ്മുടെ കാര്യത്തിന് ഉപയോഗിക്കുക. ഇനി വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇടുക. അതെ, എന്നുവെച്ചാൽ അമേരിക്കയ്ക്ക് അവരുടെ വേസ്റ്റ് കൊണ്ട് തള്ളാനും അവർക്ക് അത്യാവശ്യ കാര്യത്തിലുള്ള സാധനങ്ങൾ എടുക്കുവാനുമുള്ള ഒരു പ്രദേശം എന്നുള്ളതാണ്. അതിനാദ്യമായി മാറ്റം വന്നത് യഥാർത്ഥത്തിൽ ക്യൂബയിലെ വിപ്ലവത്തോടു കൂടിയാണ്.
പിന്നീട് അങ്ങോട്ട് ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റം ഉണ്ടാകുന്നത് ഈ പിങ്ക് വസന്തത്തിലാണ്. പിങ്ക് വസന്തത്തിൽ പിന്നെ പിറന്ന അവരുടെ സമ്പത്ത് അവർക്ക് വീണ്ടെടുക്കാൻ പറ്റിയല്ലോ. ഇപ്പോൾ വെനസ്വേലയ്ക്ക് എണ്ണ സമ്പത്ത് അവർക്ക് വീണ്ടെടുക്കാൻ പറ്റി. അവർക്ക് റഷ്യയുമായിട്ടുള്ള വ്യാപാരങ്ങൾ നടക്കുന്നു. ഇതൊക്കെ അമേരിക്കയെ അസ്വസ്ഥമാക്കുന്ന ഘടകമാണ്. മാത്രവുമല്ല, ഇപ്പം ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. ബ്രസീലിൽ ലുല ഡി സിൽവ നേരത്തെ പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോൾ നവ യാഥാസ്ഥികനായിട്ടുള്ള ബോൾസനാരോ പ്രസിഡൻ്റായി. പിന്നീട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ബ്രസീലിയൻ വർക്കേഴ്സ് പാർട്ടി അധികാരത്തിൽ വന്നു. ഈ ബ്രസീൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ബ്രിക്സ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യമാണ്. അപ്പോൾ ഈ ബ്രിക്സ രാജ്യങ്ങൾ അവർ ഡോളറിന് പകരം അവരുടെ സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്തുകയോ അല്ലെങ്കിൽ ബ്രിക്സ കറൻസി വരികയോ ചെയ്താൽ ഡോളർ അതീശത്വം തകരും. അപ്പോൾ ഈ നേരത്തെ സൃഷ്ടിച്ച പോലെ ഒരു ഭീഷണി, സമാനമായ ഭീഷണി അമേരിക്ക നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് വെനിസ്വേലയിൽ നിൽക്കില്ല എന്ന്. അപ്പോൾ വെനിസ്വേലയിൽ നടത്തിയ സൈനിക നടപടി വെനിസ്വേലയെ പോലെയുള്ള സൈനിക ശക്തിയൊന്നുമില്ലാത്ത ഒരു ചെറിയ രാജ്യത്തിന് മേലെ കടന്നു കയറാൻ ആർക്കും പറ്റും. പക്ഷേ ഇത് ബ്രസീലിനുള്ള ഒരു താക്കീത് കൂടിയാണ്. അപ്പം ബ്രസീലിൽ പക്ഷാക്രമം നടത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വലിയ രാജ്യമാണ്, വലിയ സൈനിക ശേഷിയുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്. പക്ഷേ ബ്രസീലിനെ കൂടി സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അവിടെ അമേരിക്ക സ്വീകരിച്ചിരുന്നൊരു പോളിസി എപ്പോഴും ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസിയാണ്. ഈ മുയലുകളെ ടൈം ചെയ്യിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. ക്യാരറ്റ് കൊടുക്കും, പറഞ്ഞത് കേട്ടാൽ അപ്പം തന്നെ ക്യാരറ്റ് കൊടുക്കും, കേട്ടില്ലെങ്കിൽ സ്റ്റിക്ക് കൊണ്ട് തല്ലും. ഇതാണ് അമേരിക്കയുടെ ഒരു പോളിസി. അപ്പോൾ ഈ ക്യാരറ്റ് ആൻഡ് ഈ സൈനിക ആക്രമണത്തിന് മുൻപ് തന്നെ ഈ പറയുന്ന ഇപ്പോൾ വെനസ്വേലയിലൊക്കെ ഉൾപ്പെടെ ഈ പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുന്നൊരു സമീപനം ഉണ്ടായിരുന്നു. നേരത്തെ അട്ടിമറിക്ക് പിന്തുണ കൊടുക്കുക, അതുപോലെ പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുക, അങ്ങനത്തെ ഒരു നയങ്ങളുടെ അവർ ഷാവേസിനെതിരെ എത്ര അട്ടിമറി നടന്നു, എത്ര കൊലപാതക ശ്രമങ്ങൾ നടന്നു. അതുപോലെ ക്യൂബയുടെ ലെജൻഡറി നേതാവായിട്ടുള്ള ഫിഡൽ കാസ്ട്രോയ്ക്കെതിരെ എത്ര കൊലപാതക ശ്രമങ്ങളാണ് CIA പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് ഹ്യൂഗോ ഷാവേസിനെ അട്ടിമറിക്കാൻ ശ്രമം നടത്തി. അതിൻ്റെ തുടർച്ച ഇപ്പോഴും ഉണ്ടാവുകയാണ്. മരിയ കൊച്ചാഡോ, MCM എന്നാണ് അവർ അറിയപ്പെടുന്നത്, മരിയ കൊറിനോ മച്ചാഡോ, അവർക്ക് 2025 നോബൽ സമ്മാനം കൊടുത്തപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായിരുന്നു: വെനിസ്വേലയെ അമേരിക്ക നോട്ടമിട്ടിരിക്കുന്നു. അപ്പോൾ വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഇവർക്ക് നോബൽ സമ്മാനം കൊടുത്തു. ആ നോബൽ സമ്മാനം എനിക്ക് വേണമെന്ന് പറഞ്ഞ് നടന്ന ട്രംപിന് ഒരു പ്രതിഷേധവുമില്ല. മൂപ്പർക്ക് വലിയ സന്തോഷം. മാത്രമല്ല, ഈ മെച്ചാഡോ ഈ നോബൽ സമ്മാനം സമർപ്പിച്ചത് ട്രംപിനാണ്. അതാണ് അതിലെ തമാശ. ട്രംപ് വെനസ്വേലയെ രക്ഷിക്കുമെന്നായിരുന്നു അവർ പറയുന്നത്. മാത്രമല്ല, അവരുടെ സാമ്പത്തിക നയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പറയുന്നത് ഗവൺമെൻറ്റിന് ഈ എണ്ണക്കിണറുകൾ നോക്കി നടത്താനോ എണ്ണ ഖനനം നടത്താനോ ഒക്കെയുള്ള ശേഷിയില്ല. അതുകൊണ്ടത് കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കണം, തോട്ടം മേഖല കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കണം, ഗവൺമെൻറ്റിൻ്റെ ഉൽപ്പാദന മേഖലകൾ, ദേശസാൽക്കരിച്ച മേഖലകളെല്ലാം തന്നെ പ്രൈവറ്റൈസ് ചെയ്യണം. അമേരിക്കൻ കമ്പനികൾ വീണ്ടും കടന്നു വരണമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ അമേരിക്കൻ കമ്പനികളിൽ നിന്ന് ഹ്യൂഗോ ഷാവേസ് പിടിച്ചെടുത്ത സ്വത്ത് മുഴുവൻ അമേരിക്കക്കാർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്നാണ് മച്ചാഡോ വാദിക്കുന്നത്. മച്ചാഡോയെ വലിയൊരു സ്വാതന്ത്ര്യ പോരാളിയായിട്ട് പലരും കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ അവിടെ ഡെൽസി റോഡ്രിഗ്സ് വെനിസ്വേലൻ ഭരണഘടന പ്രകാരം അതിൻ്റെ 233-34 അനുച്ഛേദ പ്രകാരം പ്രസിഡന്റ് സ്ഥലത്തില്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റാണ് അധികാരത്തിൽ വരിക. അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അവരാണിപ്പോൾ വൈസ് പ്രസിഡന്റ്. അപ്പോൾ ഭരണത്തിൽ മാറ്റമുണ്ടായിട്ടില്ല. പക്ഷേ അമേരിക്ക ഭരണത്തെ അട്ടിമറിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണേണ്ടത്. അപ്പോൾ വെനിസ്വേലയുടെ ഭരണം ഏറ്റെടുക്കും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ റൂബിയോയുടെ പുതിയ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ നേരിട്ട് ഭരണം ഏറ്റെടുക്കില്ല, പക്ഷേ ദൈനംദിന ഭരണം ഏറ്റെടുക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം എന്താ വെച്ചാൽ വെനിസ്വേലയെ ഒരു കോളനിയായി നിലനിർത്തുമെന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ അവരുടെ എണ്ണ പുറത്തേക്ക് പോയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സമ്പൂർണ്ണ സാമ്പത്തിക ഉപരോധം വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ വെനിസ്വേലയുടെ വിഭവങ്ങൾ, എണ്ണയടക്കമുള്ള വിഭവങ്ങളെ അമേരിക്ക നിയന്ത്രിക്കുകയും അമേരിക്ക ഇഷ്ടമുള്ളതുപോലെ കച്ചവടം ചെയ്യുകയും ചെയ്യും. അതിനെ പിന്തുണയ്ക്കുകയല്ലാതെ വെനിസ്വേലയിലെ സർക്കാരിന് മറ്റ് ആൾട്ടർനേറ്റീവ് ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഡെൽസി റോഡ്രിഗ്സിനും അവിടെ തുടരാം എന്നുള്ളതാണ്. പക്ഷേ അവരങ്ങനെ തുടരാൻ സാധ്യതയില്ല. കാരണം അവിടുത്തെ സോഷ്യലിസ്റ്റ് നേതാവും ഗറില്ലയുമായിട്ടുള്ള അന്റോണിയോ റോഡ്രിഗ്സിൻ്റെ മകളാണ്. അവർക്കെല്ലാം വലിയ പോരാട്ടത്തിൻ്റെ പാരമ്പര്യമുള്ള ആളാണ്. മദുറോയുടെ കടുവ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് വെനിസ്വേലൻ ജനത അതൊന്നും അംഗീകരിക്കും എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. പക്ഷേ അമേരിക്കയെ പോലുള്ളൊരു വൻശക്തിക്ക് മുന്നിൽ എന്ത് ചെയ്യാൻ സാധിക്കും?
അപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്ക അതിൻ്റെ സ്വാധീനം ഉറപ്പിക്കുന്നതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാമത്തത് വെനിസ്വേലയുടെ വിഭവങ്ങൾ അവരുടെ നിയന്ത്രണത്തിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ബ്രസീലിനെ സമ്മർദ്ദത്തിലാക്കി ബ്രിക്സ് കൂട്ടായ്മയെ അടക്കം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ വർദ്ധിച്ചു വരുന്ന ചൈനയുടെ സ്വാധീനം. അവിടുത്തെ ലാറ്റിൻ അമേരിക്കയിലെ 24 രാജ്യങ്ങൾ, സ്വാധീനവും റഷ്യയുമായിട്ടുള്ള വ്യാപാര ഇടപാടുകൾ 24 രാജ്യങ്ങൾ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട വിഷയം പ്രത്യയശാസ്ത്രം കൂടിയാണ്. കാരണം ചൈനയുടെ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഡെവലപ്മെൻറ്റ് മോഡലാണ്. അത് ചൈനീസ് വിപ്ലവത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ 2049 ഒരു സോഷ്യലിസ്റ്റ് ക്രമത്തിലേക്ക് മാറും എന്നാണ് അവർ പറയുന്നത്. ഏതായാലും അവരുടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മുതലാളിത്ത വ്യവസ്ഥയാണ്, സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള. അപ്പം റഷ്യൻ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ കമ്മ്യൂണിസ്റ്റ് സമൂഹ നിർമ്മിതിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വയബിളായിട്ടുള്ള ഒരു ജനകീയമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മോഡലാണ് ചൈന അവതരിപ്പിക്കുന്നത് സാമ്പത്തിക രംഗത്ത്. അതും ഈ ജനാധിപത്യ സോഷ്യലിസം എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് പോപ്പുലിസ്റ്റ് മോഡലും തമ്മിൽ ആശയപരമായി ഐക്യപ്പെടുന്നത് അമേരിക്കയ്ക്ക് അപകടകരമായ സിഗ്നലുകൾ നൽകുന്നുണ്ട്. ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന ആശയം അമേരിക്കയുടെ ആഭ്യന്തര രംഗത്ത് തന്നെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും ഏകദ്രവ ലോകം എന്നുള്ളതിൽ നിന്ന് മാറി ബഹുദ്രവ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അതും ശരിയാണ്. അപ്പോൾ അമേരിക്കയുടെ ആഭ്യന്തര രംഗത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ബേണി സാൻഡേഴ്സ് എല്ലാം മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ സോഷ്യലിസത്തിന് അവിടുത്തെ ക്യാമ്പസുകളിലും പുതുതലമുറയിലും വലിയ സ്വാധീനമുണ്ട്. അതിൻ്റെ ഭാഗം ഇപ്പോൾ 2011 സുക്കോട്ടി പാർക്കിൽ ആരംഭിച്ച ഒക്കുപ്പൈ വാൾ സ്ട്രീറ്റ് മൂവ്മെൻറ്റ് ഒക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ മംദാനി ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതൊക്കെ ആ ആശയത്തിൻ്റെ ഒരു സ്വാധീനത്തിലാണ്. ഡെമോക്രാറ്റിക് പാർട്ടി മൊത്തത്തിൽ ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആശയങ്ങളിലേക്ക് സ്വാധീനത്തിലേക്ക് വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കയിലെ പിങ്ക് തരംഗം അമേരിക്കയുടെ ആഭ്യന്തര രംഗത്തെ കൂടി സ്വാധീനിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സ്വാധീനത്തോടൊപ്പം വരുന്നത് ചൈനയുടെ സ്വാധീനം കൂടിയാണ്. അപ്പോൾ ഒരേ സമയം ബ്രസീലിനെയും ചൈനയെയും വെനിസ്വേലയുടെ വിഭവങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുക, ലാറ്റിൻ അമേരിക്കയിലെ മൊത്തം കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ്. ഇതിനുള്ള പദ്ധതി നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ പനാമയിലെ പനാമ ഏറ്റെടുക്കുമെന്ന് അവർ പറയുന്നതിൻ്റെ പശ്ചാത്തലം അതാണ്. കാരണം പനാമ കനാൽ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ചൈനയാണ്. അതുകൊണ്ടാണ് അത് തിരിച്ചെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞത്. അതോടൊപ്പം താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യം വളരെ പ്രധാനമാണ്. ആഗോള രംഗത്ത് റഷ്യയും ചൈനയും ഇറാനുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് വെനിസ്വേല പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ഗസ യുദ്ധത്തിൻ്റെ കാലത്ത് ഫലസ്തീനിയൻ ജനതയ്ക്ക് കലവറയില്ലാതെ പിന്തുണ കൊടുത്ത ഒരു നേതാവാണ് മദുറോയും വെനിസ്വേലയും. അപ്പോൾ ഈ ഗ്ലോബൽ സിനാറിയോയിൽ അമേരിക്കക്കെതിരായി രൂപപ്പെട്ടു വരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ, അത് ചൈന, റഷ്യ, നോർത്ത് കൊറിയ, ഇറാൻ, ഈ രാജ്യങ്ങളോടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അത്ര ഒരു ബ്ലോക്ക് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഇപ്പം നിലവിലുള്ള ഒരു ആധിപത്യം വലിയ തോതിൽ വെല്ലുവിളിക്കപ്പെടും. അപ്പോൾ ഇതെല്ലാം സാമ്പത്തികമായ വലിയ ക്രൈസിസ് അമേരിക്കക്കകത്തുണ്ട് എന്നുള്ളൊരു സംഗതി കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും. അല്ല, ആ സാമ്പത്തിക ക്രൈസിസ് ഉള്ളതുകൊണ്ടാണല്ലോ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നത്. കാരണം അവർ ഗ്രേറ്റ് അല്ല. ഇപ്പം 2008 ലേമൻ ബ്രദേഴ്സ് ആഭ്യന്തരമായ പ്രതിസന്ധികളെ കൂടെ മറികടക്കേണ്ടതുണ്ട് ട്രംപിന്. തീർച്ചയായിട്ടും. 2008 ആരംഭിച്ച സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഇതുവരെ അമേരിക്ക മുക്തമായിട്ടില്ല. 2008 ലേമാൻ ബ്രദേഴ്സ് തകർന്നതിന് ശേഷം ആരംഭിച്ച സാമ്പത്തിക മാന്ദ്യമുണ്ടല്ലോ, അന്ന് വലിയ വലിയ പദ്ധതിയൊക്കെ ഒബാമ കൊണ്ടുവന്നെങ്കിലും ഇതുവരെ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ അമേരിക്ക കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഇപ്പോൾ 27-28 ട്രില്യൺ ഇക്കണോമിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്ഘടനയാണ്. പക്ഷേ അവരുടെ വികസന തോത് അവർ ഏകദേശം വികസനത്തിൻ്റെ അങ്ങേത്തലേ എത്തി. ഇനി അങ്ങോട്ട് കാര്യമായി വികസിക്കാനില്ല. അധികം താമസിയാതെ ചൈനയാണെങ്കിൽ അവർക്ക് അനന്ത സാധ്യതകളാണ് ഡെവലപ്മെൻറ്റിൽ. അവരിപ്പോൾ 19 ട്രില്യൺ ഇക്കണോമിയാണ്. അധികം താമസിയാതെ ചൈന അമേരിക്കയെ പോലും മറികടന്നേക്കാം. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടുതൽ പ്രദേശങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കി ആ രാജ്യങ്ങളിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുകയല്ലാതെ അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാൻ മറ്റ് കുറുക്ക് വഴികളൊന്നുമില്ല. ഇത് സാമ്രാജ്യത്വത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. ഇതിപ്പോൾ ഈ വെനസ്വേലയെ ആക്രമിച്ചതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ, അമേരിക്കൻ നഗരങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ലോകത്ത് പല നഗരങ്ങളിലും നടക്കുന്നുണ്ട്. ഇപ്പം സഹ്റാൻ മംദാനിയെ പോലുള്ള ആളുകൾ പോലും അതിനെ എതിർത്തിട്ടുണ്ട്. ഇത് യുദ്ധസമാനമായ സാഹചര്യമാണ്, അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ന്യൂയോർക്ക് മേയർ തന്നെ എതിർത്തിട്ടുണ്ട്. ലോകത്ത് വലിയ ഇപ്പം മറ്റ് രാജ്യങ്ങളും ഒക്കെ തന്നെ അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിന് ആ സമയത്ത് ട്രംപ് ചെയ്തത്
കൂടുതൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതെ. കൊളംബിയക്കെതിരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു, മെക്സിക്കോയെ ഭീഷണിപ്പെടുത്തിയിരുന്നു, ക്യൂബ വീഴുമെന്ന് പറയുന്നു. അതെ. അപ്പോൾ ഇത്തരത്തിൽ അക്രമാസക്തമായ ഒരു തരം ഇതാണ് ചെയ്യുന്നത്. അതായത് സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും മാരകമായ മുഖം ട്രംപിലൂടെ ലോകം കാണുകയാണ്. അതാണ് അതിൽ പ്രധാനം. അപ്പോൾ അതിൽ ഈ മാരകമായതാണോ ഒരുതരം ഭ്രാന്ത് പിടിച്ചതെന്നും പറയാം. അല്ല, ഇത് മാത്രമല്ല, ഇവർ മാത്രമല്ല, ഇപ്പോൾ ഇറാനിലും ഇടപെടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അപ്പോൾ ഇറാൻ വെനിസ്വേല കണക്ഷൻ പ്രധാനമായിട്ടും ഈ ഇറാന് മേലെ സമ്പൂർണ്ണമായ ഉപരോധം ഉണ്ടല്ലോ. ഇറാൻ്റെ എണ്ണയൊന്നും പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഇറാൻ വെനിസ്വേല സഖ്യത്തിലൂടെയാണ് ഇറാൻ്റെ എണ്ണ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നതെന്നും അങ്ങനെ ഇറാന് കിട്ടുന്ന സാമ്പത്തിക പണം കൊണ്ടാണ് ആ രാജ്യത്തിൻ്റെ ഈ സൈനിക വളർച്ചയും മിസൈൽ പദ്ധതിക്കൊക്കെ ഫണ്ട് ചെയ്യുന്നതൊക്കെയുള്ള കാര്യങ്ങൾ പല എന്താ പറയുക അമേരിക്ക തന്നെ പറയുന്നുണ്ട്. പല ന്യൂസ് മേഖലയിലൊക്കെ നമുക്കിതിൻ്റെ എന്താണ് ഇതെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇറാനെയും വെനിസ്വേലയും ഒക്കെ ഒരേ രീതിയിലാണ് അമേരിക്ക കാണുന്നത്. അപ്പം ആ രീതിയിലുള്ള ഒരു അധിനിവേശ തന്ത്രം അമേരിക്കക്കെതിരായ ഒരു ബ്ലോക്ക് നേരത്തെ പറഞ്ഞതുപോലെ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളൊരു ഭയം കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ യൂറോപ്യൻ ബ്ലോക്ക്, അതായത് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ പഴയതുപോലെ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്നില്ല. ഉക്രൈൻ റഷ്യ യുദ്ധത്തിലും അമേരിക്കയുടെ നയം വേറെ, യൂറോപ്യൻ യൂണിയൻ്റെ നയം വേറെ. അമേരിക്ക ഏകപക്ഷീയമായിട്ട് റഷ്യയുമായിട്ട് യുദ്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. അല്ല, പൂർണ്ണമായിട്ടും റഷ്യൻ താല്പര്യത്തിനോടൊപ്പം നിന്ന് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ശ്രമിക്കുന്നത്. കാരണം ട്രംപിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ റഷ്യ എന്ന് പറയുന്ന വൻശക്തിയുമായിട്ടുള്ള സംഘർഷത്തിൽ നിന്ന് തൽക്കാലം മാറി നിന്ന് ട്രംപിന് അദ്ദേഹത്തിൻ്റെ നയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇപ്പം അമേരിക്കൻ സാമ്രാജ്യത്വം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി റഷ്യ ചൈന സഖ്യമാണ്. എന്തുകൊണ്ടാണ് റഷ്യ പൂർണ്ണമായും ചൈനയെ ആശ്രയിക്കുന്നത്? ഇറാനെ ഏകദേശം ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക്. അതെ, ഈ റഷ്യ ചൈനയെ ആശ്രയിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താ? ഉക്രൈൻ യുദ്ധമാണ്. അല്ലെ, ഉക്രൈൻ യുദ്ധം വന്നതോടുകൂടി റഷ്യക്ക് മേലെ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തി. അപ്പോൾ റഷ്യക്ക് ഇനിയിപ്പം റഷ്യയുടെ എണ്ണയാണ്, ഈ എണ്ണ വാങ്ങിക്കുന്നതിന് ഏറ്റവും വലിയ ബയർ ചൈനയാണ്, അത് കഴിഞ്ഞാൽ ഇന്ത്യയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ റഷ്യയുടെ ചൈന ആധിപത്യം, ചൈന ആശ്രിതത്വം കുറയ്ക്കാതെ അമേരിക്കയ്ക്ക് ചൈനയ്ക്കെതിരായിട്ടൊരു നീക്കം നടത്താൻ കഴിയില്ല. ഈ റഷ്യയും ചൈനയും ഒരുമിച്ച് നിൽക്കുന്ന കാലത്തോളം ഈസ്റ്റ് ഏഷ്യൻ സംഘർഷത്തിൽ ഒരു സൈനിക ഇടപെടൽ നടത്തുന്നത് ആത്മഹത്യാപരമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ട്രംപ് എന്ത് ചെയ്യുന്നത്? ഈ ഉക്രൈൻ യുദ്ധം പെട്ടെന്ന് പരിഹരിച്ച് റഷ്യയുമായിട്ട് ഉള്ള സൗഹൃദം സ്ഥാപിക്കുവാനും. നേരത്തെ ഒരു സൗഹൃദം രൂപപ്പെട്ടിരുന്നു. അതെ, ഈ യുദ്ധം അവസാനിച്ചാലുള്ള ഗുണം എന്ന് വെച്ചാൽ റഷ്യൻ എണ്ണ യൂറോപ്പിലേക്ക് ഒഴുകും. അതോടുകൂടി റഷ്യയുടെ ചൈന ആശ്രിതത്വം കുറയും. അത്തരം ഘട്ടത്തിൽ ഒരുപക്ഷെ ചൈനയുടെ ഈ ഈസ്റ്റ് ഏഷ്യൻ സംഘർഷത്തിൽ, കിഴക്കൻ ഏഷ്യയിലെ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് ഒരു എഡ്ജ് കിട്ടും. അപ്പോൾ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ അമേരിക്കൻ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സഖ്യങ്ങൾ രൂപപ്പെടുത്തുകയും അതിൽ ജനാധിപത്യമോ പരമാധികാരമോ ഒന്നും ഒരു വിഷയമാകുന്നില്ല എന്നുള്ളതാണ് ട്രംപിസത്തിൻ്റെ അപഹാരം. ഇത് നേരത്തെ ഈ റോഗ് നേഷൻ എന്ന് പറയുന്ന ഒരു തെമ്മാടി രാഷ്ട്രം എന്ന് അമേരിക്ക തന്നെയാണ് അത് പല രാജ്യങ്ങളെയും വിളിച്ചത്. ഭീകരപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, മയക്കുമരുന്ന് കടത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇങ്ങനെ വെനസ്വേല ഉൾപ്പെടെ അമേരിക്ക വിളിച്ചതാണ് റോഗ് നേഷൻ എന്നുള്ള പ്രയോഗം. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഈ പ്രയോഗം ചേരുന്നത് അമേരിക്കയ്ക്ക് തന്നെയല്ലേ ഇപ്പോഴത്തെ? അതെ, 100%. അന്ന് റോഗ് നേഷൻസിൽ പെടുത്തിയിരുന്നത് ഗദ്ദാഫിയുടെ ലിബിയ, സദാം ഹുസൈൻ്റെ ഇറാഖ്, അതുപോലെ ഇറാൻ, പിന്നെ ക്യൂബ, നോർത്ത് കൊറിയ, ഇങ്ങനെ 5 രാജ്യങ്ങൾ ആദ്യം പെടുത്തിയത്. പിന്നെ തെമ്മാടി രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ പിന്നെ ഒത്തിരി രാജ്യങ്ങളെ പെടുത്തി. വെനസ്വേല അടക്കം വന്നു. അതിൽ ഷാവേസ് അന്ന് തന്നെ പറഞ്ഞു, റോ സൂപ്പർ പവർ എന്ന് അമേരിക്ക വിളിച്ചത് ഷാവേസ്. നിങ്ങൾ തെമ്മാടി സൂപ്പർ പവറാണ് എന്ന് വിളിക്കുകയുണ്ടായി. അപ്പോൾ അമേരിക്കക്കെതിരായി നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഇത്തരത്തിൽ ചാപ്പ കുത്തി കൊടുക്കാറുണ്ട്. ഒന്നുകിൽ റോ സ്റ്റേറ്റ് എന്ന് വിളിക്കും, ഇല്ലെങ്കിൽ ഡെസ്പോട്ടിക് സ്റ്റേറ്റ് എന്ന് വിളിക്കും, മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നു എന്ന് പറയും. അത് ആർക്കെതിരെയും പ്രയോഗിക്കാം. യഥാർത്ഥത്തിൽ ഇതിപ്പോൾ അതൊക്കെ ചേരുന്നത് അമേരിക്കയ്ക്ക് തന്നെയായി മാറി എന്നുള്ളതാണ് വിചിത്രമായൊരു കാര്യം. അതെ, ഈ ട്രംപിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മറ്റ് പ്രസിഡന്റുമാർ പലപ്പോഴും ആഭ്യന്തര രംഗത്തൊക്കെ അമേരിക്കയുടെ ആഭ്യന്തര രംഗത്ത് വലിയ ജനാധിപത്യ അനുഭവങ്ങളും ഒക്കെ പുലർത്തിയിരുന്നു. അതുണ്ടായിരുന്നില്ല. പക്ഷേ ട്രംപ് ഇപ്പോൾ ആഭ്യന്തര രംഗത്തും
ജനാധിപത്യത്തെ ഗളച്ഛേദം ചെയ്യുന്ന നയങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഹിസ്പാനിക്കുകൾ മുഴുവനും പുറത്താക്കുക, ആഫ്രോ ഏഷ്യൻ വംശജരെ പുറത്താക്കുക, വിസ മുഴുവൻ റദ്ദ് ചെയ്യുക. ഇപ്പോൾ 3.5 ലക്ഷം വെനിസ്വേലക്കാർ അനധികൃതമായിട്ട് അവിടെ താമസിക്കുന്നവരാണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം പുറത്താക്കുന്ന പറഞ്ഞത്. 2.5 ലക്ഷം 2000-ന് ശേഷം വന്ന 2.5 ലക്ഷംകാർ പിന്നെയുണ്ട്. ഏകദേശം 5 ലക്ഷം വെനിസ്വേലക്കാർ പല സന്ദർഭങ്ങളിലും വെനിസ്വേലയിൽ നിന്ന് വന്ന് അമേരിക്കയിൽ അഭയം തേടി അവിടെ ജീവിക്കുന്ന ആളുകൾ. ട്രംപ് തന്നെ ഒരു കുടിയേറ്റക്കാരനാണ്. അതെ, ഫാമിലി തന്നെ കുടിയേറ്റക്കാർ. അവരെല്ലാം ഇപ്പോൾ തിരിച്ചുവിടും എന്നാണ് പറയുന്നത്. അപ്പോൾ ആഭ്യന്തര രംഗത്തും ഈ ജനാധിപത്യം, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, പക്ഷേ 1776 ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, അമേരിക്കയിൽ പ്രതിഷേധിക്കുന്നുണ്ട് ആളുകൾ. ഒരു വെനസ്വലയ്ക്കെതിരെ ആക്രമണം നടത്തിയപ്പോഴും വിയറ്റ്നാമിനെതിരെ നടത്തിയപ്പോഴും ഇറാഖ് അധിനിവേശ കാലത്തുമൊക്കെ അമേരിക്കയിൽ ആഭ്യന്തരമായ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതെ, മറ്റ് പല രാജ്യങ്ങളും അത് സാധ്യമാകുമോ എന്നുള്ളൊരു പ്രശ്നം കൂടിയാണ്. അത് ശരിയാണ്. അതാ ഞാൻ പറയുന്നത്, അമേരിക്കയുടെ വിദേശ നയത്തിൽ സാമ്രാജ്യത്വ നയങ്ങൾ തന്നെയാണ് എക്കാലത്തും പ്രാമുഖ്യം നേടിയിരുന്നതെങ്കിലും ആഭ്യന്തര രംഗത്ത് വലിയ ജനാധിപത്യ സ്വഭാവം പുലർത്തിയിരുന്ന ഒരു സമൂഹമാണ്. പരസ്പര ബഹുമാനവും, ആളുകളെ പരസ്പരം ബഹുമാനിക്കുന്ന കാര്യത്തിലാണെങ്കിലും മനുഷ്യാവകാശങ്ങളുടെ കാര്യത്തിലും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അത് അമേരിക്കയിലേക്ക് വന്ന ഭരണാധികാരികൾ കൊടുത്തിരുന്നു, ഇന്റേണൽ ഡെമോക്രസി അത് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം മമതാനിക്ക് അവിടെ മേയറാകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒബാമയ്ക്ക് അവിടെ പ്രസിഡന്റ് ആകാൻ പറ്റുന്നത്. ഇന്ത്യയിൽ പക്ഷെ നമുക്കത് പറ്റുന്നില്ല എന്നുള്ളത്. സോണിയാഗാന്ധിനെ പ്രധാനമന്ത്രിയാക്കാൻ പറ്റുമോ നമുക്ക്? അവരുടെ ഇറ്റാലിയൻ പൗരത്വത്തിൻ്റെ പേരിൽ ഇവിടെ എന്തെല്ലാം സംഘർഷം ഉണ്ടായി. പക്ഷേ ഇന്ത്യൻ വംശജയായിട്ടുള്ള കമലാ ഹാരിസിന് അമേരിക്കയിൽ വൈസ് പ്രസിഡന്റ് ആകാൻ ഒരു തടസ്സവുമില്ല. അതുപോലെ പകുതി മുസ്ലിം ആയിട്ടുള്ള ഒബാമയ്ക്ക് അവിടെ പ്രസിഡന്റ് ആകാൻ തടസ്സമില്ല. മംദാനിക്ക്, ഖുറാൻ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മംദാനിക്ക് ന്യൂയോർക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ, അതെ, മുസ്ലിം എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് മേയർ ആവാൻ തടസ്സമില്ല. അപ്പോൾ ആ രൂപത്തിലൊക്കെയുള്ള കുറേ നന്മകൾ ഇപ്പോഴും അമേരിക്കയുടെ ആഭ്യന്തര ജനാധിപത്യ സമൂഹത്തിലുണ്ട്. അക്കാര്യത്തിൽ നമ്മൾ അമേരിക്കയെ ബഹുമാനിച്ചേ മതിയാവുള്ളൂ. പക്ഷേ അമേരിക്കയുടെ വിദേശ നയം അതെക്കാലത്തും സാമ്രാജ്യത്വപരമായിരുന്നു. മൂലധനത്തിൻ്റെ ഒരു താല്പര്യമാണ്. അവർ ലാറ്റിൻ അമേരിക്കയിലാണ് അവരുടെ ഈ സാമ്രാജ്യത്വ നയത്തിൻ്റെ ഒരു പ്രയോഗ മേഖല. മൺട്രോ ഡോക്ട്രിൻ ആയിരുന്നു അതിൻ്റെ അടിത്തറ. മൺട്രോ ഡോക്ട്രിൻ, മാനിഫെസ്റ്റ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ലാറ്റിൻ അമേരിക്ക അടങ്ങുന്ന അമേരിക്കാസ് എന്ന് പറയുന്ന നോർത്ത് അമേരിക്ക, മീസോ അമേരിക്ക, ലാറ്റിൻ അമേരിക്ക, ഈ പ്രദേശങ്ങൾ മുഴുവനും ആധിപത്യം സ്ഥാപിക്കാൻ എന്നുള്ളത് ഞങ്ങളുടെ വിധിയാണ്, അത് ദൈവം ഞങ്ങൾക്ക് തന്നതാണ് എന്നൊക്കെ അർത്ഥത്തിലാണ് മാനിഫെസ്റ്റ് ഡെസ്റ്റിനി എന്നുള്ള പ്രയോഗം നടന്നത്. ഈ മൺട്രോ ഡോക്ട്രിൻ റീലോഡഡ് എന്ന് പറയാം. അതിനെ ഡോൺട്രോ ഡോക്ട്രിനാക്കി മാറ്റി, ഡൊണാൾഡ് ട്രംപ് ഡോക്ട്രിനാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ നേരിട്ട് ഇടപെട്ട് ഇനി കരീബിയൻ മേഖല, അതാണ് മീസോ അമേരിക്ക, കരീബിയൻ മേഖലയിലും ലാറ്റിൻ അമേരിക്കയിലും ഞങ്ങൾ നേരിട്ട് സൈനികമായി ഇടപെടും. അത് ഞങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും. അതിൽ ഇനി ലോകത്തിലുള്ള ഒരു രാജ്യം ഇടപെടണ്ട. മൺട്രോ ഡോക്ട്രിൻ പറയുന്ന മറ്റ് യൂറോപ്യൻ ശക്തികൾ ഇവിടെ ഇടപെടരുന്ന, ഇപ്പോൾ ട്രംപ് പറയുന്നത് ലോകത്തിൽ ഇനി ആരും ഇവിടെ ഇടപെടണ്ട, ഇത് ഞങ്ങളുടെ മേഖലയാക്കും. അതുകൊണ്ട് ക്യൂബ വീഴുമോ എന്നുള്ളത് താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. വീണേക്കാം. കാരണം അപ്രതീക്ഷിതമായ നയങ്ങൾ, യാതൊരു തത്വദീക്ഷതയുമില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ട്രംപ്. അയാളുടെ നിയന്ത്രണത്തിലുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ശക്തമായ ഒരു സൈന്യവും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുമാണ്. അതുകൊണ്ട് എന്തും പ്രതീക്ഷിക്കാം എന്നേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. വെനസ്വേലയിൽ ഡൊണാൾഡ് ട്രംപ് തുടങ്ങി വച്ചിരിക്കുന്ന ഈ ആക്രമണം കൂടുതൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കോ അതുപോലെ ഇറാനിലേക്കോ ഒക്കെ നീളാനുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്ക തന്നെ പല രാജ്യങ്ങളെയും വിശേഷിപ്പിച്ച തെമ്മാടി രാഷ്ട്രം അല്ലെങ്കിൽ റോഗ് നേഷൻ എന്നത് ഇന്ന് അമേരിക്കയ്ക്ക് ഉചിതമായ, അമേരിക്കയെ വിശേഷിപ്പിക്കാവുന്ന ഒരു വാക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നതാണ് ഇന്നത്തെ ലോക സാഹചര്യം. തീർച്ചയായും ലോകത്ത് നടക്കുന്ന, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെ നടക്കുന്ന ചെറുത്തുനിൽപ്പുകൾ, പ്രതിഷേധങ്ങൾ, അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ, ഒരു UN പോലെ ശക്തമായൊരു സംവിധാനമില്ലാത്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾക്കോ ചെറുത്തുനിൽപ്പുകൾക്കോ മാത്രമേ ട്രംപിനെയും ട്രംപിസത്തെയും തിരുത്താൻ കഴിയുകയുള്ളൂ. വെനസ്വേല പോലുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇന്ന് നിലവിലുള്ളൊരു സ്ഥിതി. നന്ദി.